125 കൊണ്ട് 125 കൊണ്ടൊക്കെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ അറിയാം. വേറെ മെത്തേഡ് കൂടി നോക്കി നോക്കാം കേട്ടോ, മൾട്ടിപ്ലൈ ആയിട്ട് പകരം. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് 8642 × 5 ആണ്. ഇങ്ങനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 8642 എന്ന് എഴുതിയിട്ട് ഒരു 0 അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി 2. അപ്പോൾ 8/2 is equal to 4, 6/2 is equal to 3, 4/2 is equal to 2, 2/2 is equal to 1, 0. നമ്മുടെ ആൻസർ ആയി. 5 മൾട്ടിപ്ലൈ ചെയ്യണം കുറച്ചുകൂടി ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. 4, 3, 8, 2 × 5 ഒന്നും വിചാരിക്കുക. ഡിവൈഡ് ചെയ്യണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? 4, 3, 8, 2 എന്നിട്ടിട്ട് ഒരു 0 അവസാനം ഇട്ടാലും മതി കേട്ടോ. ഡിവൈഡ് 0 ആഡ് ചെയ്താലും മതി. ഞാൻ ആദ്യം ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4/2 2, 3/2 3 2 1 ടൈമേ പോവുള്ള ബാലൻസ് 1, 18. അപ്പോൾ 9 ടൈംസ് 2/2 അത് 1, 0. നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനത്തെ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനിയിപ്പോൾ ഇതേ നമ്പർ തന്നെ നമുക്കൊരു 25 കൊണ്ട് മൾട്ടിപ്ലൈ പറഞ്ഞിരിക്കും. 5 ഓക്കെ, നമുക്ക് 5-ന് പകരം 25 ആണെന്ന് പറഞ്ഞാൽ ഈ 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആണല്ലോ. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 × 5 2 ടൈംസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. പക്ഷേ അപ്പോൾ നമ്മൾ 8, 6, 4, 2 എന്ന് എഴുതിയിട്ട് 5 ആണെങ്കിൽ ഒരു 0 എഴുതും. 25 5 × 5 അല്ലേ. അപ്പോൾ 2 0 ഇട്ടിട്ട് വേണം 2 പ്രാവശ്യം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസറായി. എന്നാൽ കഴിവുണ്ടെങ്കിൽ 4 കൊണ്ട് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താലും മതി. നോക്കാം. 8/2 4, 6/2 3, 4/2 2, 2/2 1, 2 0 എഴുതി. പക്ഷേ 25 ഒന്നുകൂടി ഡിവൈഡ് ചെയ്താൽ ഫൈനൽ ആൻസർ ആവുള്ളൂ കേട്ടോ. ഇത് നോക്കാം. അഗെയിൻ 2, 4/2 2, 3/2 3 2 1 ടൈംസ് 1, ബാലൻസ് 2, 12/2 6, 1-ൽ പോവില്ല. നമ്മൾ 0 ആഡ് 2, 10-ൽ 5 ടൈംസ് ഒരു 0 നമ്മുടെ ആൻസറായി. അപ്പോൾ 25 ആണെങ്കിൽ നമ്മൾ 2 ടൈംസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, അതാവും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിനെ ഡയറക്റ്റ് 4 ഡിവൈഡ് ചെയ്താലും ഇവിടെ ആൻസറിലേക്ക് എത്തും. അത് ഇഷ്ടംപോലെ. ഇനിയിപ്പോൾ ഇത് 125 ആണെങ്കിലോ 5 × 5 × 5 3 ടൈംസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ്